വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വിത്ത് ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് PSC എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കിയ മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇതിന്നൊരു ചോദ്യം ഉറപ്പായും കാണും. അതെന്നാൽ ഗവൺമെന്റ് ഘടകങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണം, ഏതൊക്കെ ഇതിലെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലാക്കാം. അതിന് നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് റീകളക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, ഉപയോഗപ്പെടുത്താം. ഇനി മാക്സിമം എപ്പോഴും പറയുന്ന പോലെ തന്നെ റിവിഷൻ ചെയ്ത് വെക്കുക. റിവിഷൻ നമ്മുടെ എല്ലാ എക്സാമിനേഷൻസിനും റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കുക ക്ലാസ്സിലേക്ക്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ് മനസ്സിലാക്കണം. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. അപ്പൊ ഗവൺമെന്റ് ആ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങൾ? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. അപ്പൊ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഉള്ള ഗവൺമെന്റ് 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. ഇനി നമുക്ക് ഓരോന്നിന്റെയും പ്രത്യേകം എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? നിയമനിർമ്മാണ വിഭാഗം. ആ പേരിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അല്ലെ, നിയമനിർമ്മാണമാണോ നടത്തുന്നത്, നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? കാര്യനിർവഹണ വിഭാഗം അല്ലെ, നിയമങ്ങൾ നിർമ്മിച്ചാൽ ആ നിയമങ്ങൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അടുത്ത എന്താണ്? നീതിന്യായ വിഭാഗം. അപ്പൊ നീതിന്യായ വിഭാഗം എന്ന് പറയുന്ന ഒരു 3ാമത്തെ വിഭാഗമുണ്ട്. അതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് അവരുടെ ധർമ്മം. അപ്പൊ നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്ന എവിടെയാണ്? നീതിന്യായ വിഭാഗത്തിലാണ്. അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റ് 3 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. അതിലെ നിയമനിർമ്മാണ വിഭാഗം പേര് പോലെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഇനി കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങളെ നടപ്പിലാക്കുന്നു. അതുപോലെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നതാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഇത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ഘടകങ്ങളിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഗവൺമെന്റ് എടുക്കും. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിലാണ്. ഇന്ത്യ ഗവൺമെന്റിലെ നിയമനിർമ്മാണ വിഭാഗത്തിൽ അടങ്ങുന്ന വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന ആരൊക്കെയാണ്? പ്രധാനമായിട്ട് രാഷ്ട്രപതിയാണ്, പിന്നെ രാജ്യസഭയും ലോക്സഭയും. ഇതാണ് നിയമനിർമ്മാണ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആരൊക്കെയാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഇനി നമുക്ക് അവയെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്ന ഒന്നാമത്തെ ഘടകമാണ് രാഷ്ട്രപതി, 2 ലോക്സഭ, 3 രാജ്യസഭ. ഇനി നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത്, അതായത് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. അപ്പൊ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? പാർലമെന്റ് ആണ്. അപ്പൊ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്ന പാർലമെന്റ്, നിയമനിർമ്മാണ വിഭാഗം, അതായത് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? പാർലമെന്റ് ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം എന്നറിയപ്പെടുന്ന എന്താണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല സഭയാണ്. പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല സഭയാണ്. അതായത് 2 സഭകൾ ചേർന്നതാണ് പാർലമെന്റ്, അതായത് രാജ്യസഭയും ലോക്സഭയും. ഇത്തരത്തില് ദ്വിമണ്ഡല സഭ അല്ലെങ്കിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനാണ്. ഇപ്പൊ ബൈക്യാമറൽ ലെജിസ്ലേഷൻ, ദ്വിമണ്ഡല സഭ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്താണ്? ബ്രിട്ടനാണ്. ബ്രിട്ടന്റെ ഈ ഒരു ആശയം ബ്രിട്ടനിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഈ പറയുന്ന നിയമം? എന്താണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന പാർലമെന്റ് ആണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നതാണ് പാർലമെന്റ്. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ സഭ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പാർലമെന്റ് ആണ്. ഇനി പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ബൈക്യാമറൽ ലെജിസ്ലേഷൻ, ദ്വിമണ്ഡല സഭയാണ്. അതായത് 2 സഭകൾ ചേർന്നാണ് പാർലമെന്റ് ഉള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ബൈക്യാമറൽ ലെജിസ്ലേഷൻ, ദ്വിമണ്ഡല സഭ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനാണ്. അപ്പൊ ബ്രിട്ടന് ഇങ്ങനെ ഒരു ആശയം കടം കൊണ്ടതിന് പുറകിലൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് ആണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 79 ആണ്. അപ്പൊ ഈ വകുപ്പ് 79-ലാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 79 ആണ്. ഈ ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ അവിടെ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ലോക്സഭയും രാജ്യസഭയും അതുപോലെ രാഷ്ട്രപതിയുമാണ്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ വരുന്ന ആരൊക്കെയാണ്?
രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. അത്രയും ഓർത്തു വെക്കുക. ഇനി വകുപ്പ് 79 പ്രകാരം ലോക്സഭ, രാജ്യസഭ എന്നിവയ്ക്ക് പുറമെ രാഷ്ട്രപതിയും കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നത്, അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലെ രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്നു എന്ന് പരാമർശിക്കുന്ന ഏത് വകുപ്പിലാണ്? വകുപ്പ് 79 ആണെന്ന് കൂടെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇവിടെ നമ്മൾ ബൈക്കാമറൽ ലെജിസ്ലേഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ദ്വിമണ്ഡല സഭയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ഈ ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. അപ്പൊ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ബൈക്കാമറൽ ലെജിസ്ലേഷൻ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഏതൊക്കെയാണ് 6 സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഏതൊക്കെയാണ്? കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഈ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭയാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നത്? ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങൾ ദ്വിമണ്ഡല സഭ അല്ലെങ്കിൽ ബൈക്കാമറൽ ലെജിസ്ലേഷൻ നിലകൊള്ളുന്നത്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഓർത്തു പറഞ്ഞേ. കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണ്? നമ്മൾ മനസ്സിലാക്കിയ എന്തൊക്കെയാണ്? ഇന്ത്യൻ പാർലമെന്റ് അല്ലെ, ഇന്ത്യൻ പാർലമെന്റ് ആണ് നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത്. ഇതിന് നമ്മൾ ഓരോ ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് രാജ്യസഭയെ കുറിച്ചാണ്. രാജ്യസഭ. അപ്പൊ രാജ്യസഭയുടെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാം, അത്തരത്തിൽ പോയിന്റ്സ് കളക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു പോകും. ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല സഭയാണ്, അവിടെ ഒരു ബൈക്കാമറൽ സംവിധാനമാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ. ഇത്തരത്തിലുള്ള ബൈക്കാമറൽ സംവിധാനത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ ദ്വിമണ്ഡല സഭ ആകുമ്പോൾ 2 സഭ നിലകൊള്ളുന്നു അല്ലെ. ഒരു സഭയിൽ ഒരു വിഷയത്തെ കുറിച്ച് തീരുമാനമെടുത്താല് മറ്റു സഭയിൽ കൂടി പുനഃപരിശോധിക്കാൻ അവസരം അവിടെ ഉണ്ടാകും. അതാണ് ദ്വിമണ്ഡല സഭയുടെ ഒരു ഗുണമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം, അതായത് ഈ ഇന്ത്യൻ പാർലമെന്റിലെ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ മനസ്സിലാക്കുന്ന രാജ്യസഭയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ്, രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അപ്പൊ ഭരണഘടനയിൽ രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 80 ആണ്. വകുപ്പ് 80 പ്രകാരം 80 ആണ് രാജ്യസഭയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയെന്നും അതുപോലെ മുതിർന്നവരുടെ സഭയെന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏത് സഭയാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയാണ്. അപ്പൊ രാജ്യസഭയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് ഉപരിസഭയെന്നും അതുപോലെ മുതിർന്നവരുടെ സഭയെന്നും അറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. അടുത്ത പോയിന്റ് എന്താണ്? നമ്മൾ ഈ രാജ്യസഭയെ മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താണ്? സ്ഥിരം സഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. അതുപോലെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? രാജ്യസഭയാണ്. അപ്പൊ രാജ്യസഭയെ എന്തൊക്കെ അറിയപ്പെടുന്നു? ഇന്ത്യൻ പാർലമെന്റ് ഉപരിസഭ എന്നറിയപ്പെടുന്നു. അതുപോലെ എന്താണ്? സ്ഥിരം സഭ എന്നറിയപ്പെടുന്നു. അതുപോലെ സംസ്ഥാനങ്ങളുടെ കൗൺസിലും അതുപോലെ മുതിർന്നവരുടെ സഭ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? രാജ്യസഭയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. ഇവിടെ അമേരിക്കയിലെ രാജ്യസഭയ്ക്ക് തുല്യമായ സഭ അറിയപ്പെടുന്നതാണ് സെനറ്റ് എന്ന് പറയും. അപ്പൊ അമേരിക്കയിലെ രാജ്യസഭയ്ക്ക് തുല്യമായ സഭയാണ് സെനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ചേംബർ ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ സെനറ്റ് ആണെന്ന് ഓർത്തു വെക്കും. അപ്പൊ സെക്കൻഡ് ചേംബർ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രാജ്യസഭയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ രാജ്യസഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്ര പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി? രാജ്യസഭയെ സൂചിപ്പിക്കുന്ന വകുപ്പ് 80 എന്ന് മനസ്സിലാക്കി. അടുത്ത രാജ്യസഭയ്ക്ക് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഉപരിസഭ, ഇന്ത്യൻ പാർലമെന്റ് ഉപരിസഭ, മുതിർന്നവരുടെ സഭ, അതായത് സ്ഥിരം സഭ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ, അതോടൊപ്പം തന്നെ സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? രാജ്യസഭ. അടുത്ത് മനസ്സിലാക്കേണ്ടത് ഈ രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണമാണ്. രാജ്യസഭയിൽ ടോട്ടൽ എത്ര അംഗങ്ങളുണ്ട്? 250 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. ഇപ്പൊ രാജ്യസഭയിലെ 250 അംഗങ്ങളെ എത്രയാണ് ക്രമീകരിച്ചിരിക്കുന്നു നോക്കാം. സംസ്ഥാനങ്ങളെ കേന്ദ്രപ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 238 ആണ്. അപ്പൊ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രപ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 238 ആണ്. ഇനി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗങ്ങൾ എത്രയാണ്? 12 ആണ്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രാജ്യസഭാ അംഗങ്ങൾ എത്രയാണ്? 12 ആണ്. ഏതൊക്കെ മേഖലയിൽ നിന്നും ആളുകളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? അപ്പൊ ഏതൊക്കെ മേഖലയാണ്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലയിൽ പ്രഗത്ഭരായ വ്യക്തികളെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ മേഖലയാണ്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. കേട്ടോ, ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് ഓരോ സംസ്ഥാനങ്ങളിലും നിശ്ചയിച്ചിട്ടുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം
പരാമർശിക്കുന്ന ഷെഡ്യൂളാണ്. ഓരോ സംസ്ഥാനങ്ങളും ഇത്ര നിശ്ചിതം രാജ്യസഭാംഗങ്ങൾ വേണം എന്ന് പരാമർശിക്കുന്ന ഷെഡ്യൂൾ ഏതാന്ന് വെച്ചാൽ 4ാമത്തെ ഷെഡ്യൂളാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും നിശ്ചയിച്ചിട്ടുള്ള രാജ്യസഭ അംഗങ്ങളുടെ എണ്ണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഷെഡ്യൂൾ ഏതാന്ന് വെച്ചാൽ ഏതാണ്? 4ാമത്തെ ഷെഡ്യൂളാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങളുള്ളത്. 31 രാജ്യസഭ അംഗങ്ങളാണ് ഉത്തർപ്രദേശിനുള്ളത്. ഇനി ഏറ്റവും കേരളത്തിൽ നിന്ന് ഉള്ള രാജ്യസഭ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണെന്ന് കൂടെ ഓർത്തുവയ്ക്കും. ഓരോ സംസ്ഥാനങ്ങളിലും എത്ര രാജ്യസഭ അംഗങ്ങൾ വേണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് പരാമർശിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? 4ാമത്തെ ഷെഡ്യൂളാണ്. ഇനി മനസ്സിലാക്കിയത് എന്താണ്? ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്, 31. കേരളം എടുക്കുകയാണെങ്കിൽ 9 രാജ്യസഭ അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് ഉള്ളത്. ഇനി പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾ പിന്നെ രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എത്ര രാജ്യസഭാംഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കി ഓരോ സംസ്ഥാനങ്ങളിലും എത്ര രാജ്യസഭാംഗങ്ങളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പരാമർശിക്കുന്ന എത്രാമത്തെ ഷെഡ്യൂളാണ്? 4ാമത്തെ ഷെഡ്യൂൾ. സംസ്ഥാനങ്ങൾ മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പരാമർശിച്ചുള്ളത് 4ാമത്തെ ഷെഡ്യൂളാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഈ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് മനസ്സിലാക്കുക. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യിക്കും. ആ ഒരു രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ് എന്ന രാജ്യത്താണ്. ഇപ്പൊ രാജ്യസഭയിലേക്ക് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി അത് ആശയം കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇനി അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന രാഷ്ട്രപതി അംഗങ്ങളെ രാജ്യസഭയ്ക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ് എന്ന രാജ്യത്തു നിന്നാണ്. ഈ 2 പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കി വെക്കാം. ഇനി സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളെ സംസ്ഥാന രാജ്യസഭകളാണ് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക്, അതായത് സംസ്ഥാനത്തിൽ നിന്നുള്ള രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് സംസ്ഥാനത്തിൽ നിന്നുള്ള രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് രാജ്യസഭയിലും ലോക്സഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി അറിയപ്പെടുന്നത് FPTP എന്നാണ്. FPTP എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ് എന്താണ്? രാജ്യസഭ, ലോക്സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി എന്താ അറിയപ്പെടുന്നത്? FPTP, ഫാസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ആണ്. അടുത്ത മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഓപ്പൺ ബാലറ്റ് സംവിധാനത്തിലൂടെ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഓപ്പൺ ബാലറ്റ് സംവിധാനത്തിലൂടെയാണ്. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, രാജ്യസഭാ അംഗങ്ങളെ ഒഴിയുന്ന മുറയ്ക്കാണ് പുതിയ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ രാജ്യസഭയിലെ അംഗമാകണമെങ്കിൽ 30 വയസ്സ് ആകണം. അപ്പൊ 30 വയസ്സ് ആകിയുള്ള വ്യക്തിക്ക് മാത്രമേ രാജ്യസഭ അംഗമാകാൻ സാധിക്കൂ. രാജ്യസഭ അംഗമാകുന്ന പ്രായം എത്രയാണ്? 30 വയസ്സാണ്. ഇനി പറയേണ്ട മറ്റൊരു പോയിന്റ് എന്താണ്? രാജ്യസഭയുടെ കാലാവധിയെ കുറിച്ച് പറയാം. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭ എന്ന് പറഞ്ഞാൽ സ്ഥിരം സഭയാണെന്ന് പറയാം. പിന്നെ രാജ്യസഭ അംഗങ്ങൾക്ക് എന്തുണ്ട്? കാലാവധി ഉണ്ട്. രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട്. 6 വർഷമാണ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. ഇനി അതിലെങ്ങനെയാണ് അവരെ കാലാവധി പൂർത്തീകരിക്കുന്നത് വെച്ചാൽ 2 വർഷം കൂടുമ്പോൾ 3-1 അംഗങ്ങൾ പിരിഞ്ഞു പോകും. അപ്പൊ 2 വർഷം കൂടുമ്പോൾ 3-1 അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പകരം പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് രാജ്യസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കുക. ഇത്രയും പോയിന്റ്സ് നമ്മൾ പ്രധാനമായിട്ട് രാജ്യസഭയിലേക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് രാജ്യസഭയുടെ രൂപീകരണം. ആദ്യമായിട്ട് രാജ്യസഭ രൂപീകരിച്ചത് എന്നാണ് വെച്ചാൽ 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ രൂപീകരിച്ചത്. അപ്പൊ നമ്മൾ രാജ്യസഭ അംഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഏറ്റവും രാജ്യസഭ അംഗമാകുന്ന പ്രായം എത്രയാണ്? 30 വയസ്സ് മനസ്സിലാക്കിയല്ലേ? ഇനി മനസ്സിലാക്കിയ ഇതൊരു സ്ഥിരം സഭയാണ്, അതുകൊണ്ട് ഇതിന് കാലാവധിയില്ല. എന്നാൽ അംഗങ്ങൾക്ക് കാലാവധി 6 വർഷം അംഗങ്ങളുടെ കാലാവധി. അത് മാത്രമല്ല അത് എങ്ങനെയാണ് അംഗങ്ങൾ അവർക്ക് കാലാവധി പൂർത്തിയാക്കി മാറുന്നത്? 2 വർഷം കൂടുമ്പോൾ 3 അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നു, കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു, പകരം പുതിയ അംഗങ്ങൾ വന്നു ചേരുന്നു. അങ്ങനെയാണ് അവർ കാലാവധി പൂർത്തിയാക്കുന്നത് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കിയ എന്താണ്? രാജ്യസഭയുടെ രൂപീകരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആദ്യ രാജ്യസഭ രൂപീകരിച്ചത് എന്താണ്? 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ രൂപീകരിച്ചത്. ഇപ്പൊ രാജ്യസഭ രൂപീകരണം എന്നാണ് 1952 ഏപ്രിൽ 3-ന്. ഇനി അത് നിലവിൽ വന്നു. അതിന്റെ ആദ്യ സമ്മേളനം നടന്നത്
1952 ഏപ്രിൽ 3 അത് നിലവിൽ വന്നത്. ഇനി 1952 മെയ് 13 ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പൊ രാജ്യസഭ ആദ്യ സമ്മേളനം നടക്കുന്നത് എന്താണ്? 1952 മെയ് 13 ഇവിടെ ഓർത്തു വെക്കുക. ഈ രണ്ട് പോയിന്റ് ഡേറ്റ്സ് നിങ്ങൾ ഓർത്തു വയ്ക്കാം. രാജ്യസഭയുടെ രൂപീകരണം എന്താണ്? 1952 ഏപ്രിൽ 3 ഇതിന്റെ ആദ്യ സമ്മേളനം എന്താണ്? 1952 മെയ് 13 ഇവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അടുത്തത് നമുക്ക് രാജ്യസഭയുടെ അധികാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയെ മനസ്സിലാക്കി. അത് നിലവിൽ വന്നത് രൂപീകരിച്ചതാണ് 1952 ഏപ്രിൽ 3 മനസ്സിലാക്കി. ഇനി അതിന്റെ ആദ്യ സമ്മേളനം എന്നാണ്? 1952 മെയ് 13. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് രാജ്യസഭയുടെ അധികാരങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആദ്യത്തെ അധികാരം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ഈ ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നു, അല്ലെ? അത് പാസ്സാക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ധനകാര്യ ബില്ലുകൾ അതിനെ ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മാത്രമേ ആർക്ക് സാധ്യമുള്ളൂ? രാജ്യസഭയ്ക്ക് സാധ്യമുള്ളൂ. അപ്പൊ ധനേതര ബില്ലുകളാണ് ആര് പാസ്സാക്കുന്നത്? രാജ്യസഭ പാസ്സാക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കാം, ധനേതര ബില്ലുകളാണ് എവിടെ പാസ്സാക്കപ്പെടുന്നത്? രാജ്യസഭയിൽ പാസ്സാക്കപ്പെടുന്നത്. ധനകാര്യ ബില്ലുകൾ പാസ്സാക്കുന്നതും അത് പരിഗണിക്കുന്നതും ഒക്കെ എവിടെയാണ്? ലോക്സഭയിലാണ്. ഓർത്തുവെക്കുക. അപ്പൊ അവിടെ ധനകാര്യ ബില്ലുകൾക്ക് ധനകാര്യ ബില്ലുകളുടെ ഭേദഗതിക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? ആ നിർദ്ദേശം കൊടുക്കുന്നത് രാജ്യസഭയാണ്. ഇനി അഖിലേന്ത്യാ സർവീസിലെ രൂപീകരണത്തിന് ആധികാരികമായ അധികാരം എന്താണ്? അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസിന് അതിന്റെ രൂപീകരണത്തിന് ആധികാരികമായ അധികാരം ആർക്കാണെന്ന് വെച്ചാൽ രാജ്യസഭയാണ്. അപ്പൊ അഖിലേന്ത്യാ സർവീസിന്റെ ആധികാരികമായ രൂപീകരണത്തിന്റെ അധികാരം രാജ്യസഭയിലാണ്. ഇനി സംസ്ഥാന ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ചാൽ അത് രാജ്യസഭയ്ക്കാണ്. ഒക്കെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള സഭ ഏതാണ്? രാജ്യസഭയാണ്. അടുത്ത നോക്കാം, ഭരണഘടനാ ഭേദഗതിക്ക് അനുവാദം നൽകാനുള്ള അധികാരം, അല്ലെ? ഭരണഘടനാ ഭേദഗതിക്ക് അനുവാദം നൽകാനുള്ള അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. ഈ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന രാജ്യസഭയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണം ഒരു അധികാരം എടുക്കുന്ന ആരാണ്? അത് നീക്കം ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ആരാണ്? രാജ്യസഭയാണ്. അപ്പൊ ഉപരാഷ്ട്രപതി നീക്കം ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. ഇനി ഭരണഘടനയ്ക്ക് ഭേദഗതിക്ക് അനുവാദം നൽകുന്ന ആരാണ്? രാജ്യസഭയാണ്. മനസ്സിലാക്കിയോ? അപ്പൊ രാജ്യസഭയുടെ അധികാരം കുറിച്ച് ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് ഒന്നാമത് മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലായി ധനേതര ബില്ലുകൾ, അല്ലെ? ധനേതര ബില്ലുകളെല്ലാം എവിടെയാണ് അവതരിപ്പിക്കുന്നത്? രാജ്യസഭയിലാണ്. അത് ധനകാര്യ ബില്ലുകൾക്ക് ധനകാര്യ ബില്ലുകളുടെ ഭേദഗതിക്ക് നിർദ്ദേശം നൽകാൻ മാത്രമേ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. അപ്പൊ ധനകാര്യ ബില്ലുകളുടെ ഭേദഗതി നിർദ്ദേശിക്കുന്നത് രാജ്യസഭയുടെ ഒരു അധികാരമാണ്. അടുത്ത മനസ്സിലാക്കേണ്ടത് അഖിലേന്ത്യാ സർവീസ് രൂപീകരണം, അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് ഓൾ ഇന്ത്യ സർവീസ് രൂപീകരണത്തിന് അധികാരം ഏത് സഭയ്ക്കാണുള്ളത്? രാജ്യസഭയ്ക്കാണുള്ളത്. അല്ലെ? ഇനി മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സംസ്ഥാന ലിസ്റ്റുകൾ ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള സഭ ഏതാണ്? അത് രാജ്യസഭയാണ്. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഭരണഘടനാ ഭേദഗതികള് അതിന് അനുവാദം കൊടുക്കാനുള്ള അധികാരമുള്ള സഭ ഏതാണ്? അത് രാജ്യസഭയാണ്. ഭരണഘടനാ ഭേദഗതിക്ക് അനുവാദം നൽകുന്നത് രാജ്യസഭയാണ്. അടുത്ത എന്താ പറഞ്ഞത്? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ മുൻകൈ എടുക്കുന്ന സഭ ഏതാണ് ചോദിച്ചത്? രാജ്യസഭയാണ്. അപ്പൊ ഇത്രയുമാണ് രാജ്യസഭയെ കുറിച്ച് പ്രധാനപ്പെട്ട അധികാരങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് ക്ലിയർ ആക്കി വെച്ചാൽ. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് രാജ്യസഭയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ രാജ്യസഭയുടെ ബേസിക് ആയിട്ടുള്ള അറിയേണ്ട പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി റിമൈനിങ് പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്ന ബൈ ഫ്രം മീ. താങ്ക് യു.